ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കണമെന്ന് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ആഗ്രഹമുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതാവായതിനാൽ നേതാക്കൾ ഇത് പരസ്യമാക്കുന്നില്ലെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. കെ.സി. വേണുഗോപാൽ യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലൂടെ വന്നാൽ, ഇത്തവണ മത്സരിക്കാൻ വന്നാൽ കേരളത്തിൽ ഒരു ഊർജ്ജം കിട്ടില്ലേ? യുഡിഎഫിന് ഒന്നുകൂടെ സാധ്യത വർദ്ധിപ്പിക്കില്ലേ? അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ വിജയസാധ്യതയ്ക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാൽ എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ പോലും അതിൽ തീരുമാനമെടുക്കേണ്ടത് കെ.സി. വേണുഗോപാലും പാർട്ടി ദേശീയ നേതൃത്വമാണ്. അവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ കെ.സി. വരണം എന്നുള്ള അഭിപ്രായമുള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ സാധാരണ പ്രവർത്തകർക്കും ഒക്കെ താഴത്തുള്ള പ്രവർത്തകർക്കും കെ.സി. വരെ മത്സരിക്കുന്നതിനോട് താല്പര്യമാണ്. പക്ഷേ അദ്ദേഹം ഇത്രയും വലിയൊരു ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് ആരും അദ്ദേഹത്തിന് വരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത് ഇവിടുത്തെ താഴത്തുള്ള പ്രവർത്തകരുടെ തീരുമാനമല്ലല്ലോ അന്തിമമായി വരേണ്ടത്. അതുകൊണ്ട് ആരും അങ്ങനെ ഓപ്പണായി പറയുന്നില്ലെന്നേ ഉള്ളൂ. കെ.പി.സി.സി അധ്യക്ഷനാകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണം നേരിട്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ഇക്കാര്യത്തിൽ ഇനി അഭിപ്രായം പറയാൻ പേടിയാണെന്നും കൊടിക്കുന്നിൽ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, ഞാനിപ്പോൾ ഇതിനൊക്കെ താങ്കളോട് മറുപടി പറഞ്ഞാൽ എനിക്കെതിരായിട്ട് സൈബർ ആക്രമണങ്ങൾ ഒരുപാട് വരും. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം പലപ്പോഴും പല ചാനലുകളിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എന്നെ ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ തെറി അഭിഷേകം വരെ ഈ സോഷ്യൽ മീഡിയയിലുണ്ടായി. നിങ്ങൾ ചോദിക്കും കെ.പി.സി. പ്രസിഡന്റ് ആകാൻ ആഗ്രഹമുണ്ടോ, ആകേണ്ടതല്ലേ? ആഗ്രഹമുണ്ട്, പക്ഷേ ആയില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ താങ്കളോട് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോൾ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരാൻ പോകുന്ന പ്രതികരണങ്ങൾ അതൊരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മോശമായ പ്രതികരണങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിൽ നേരത്തെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ, ഇത്തരം ചർച്ചകൾ തുറന്നു പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. തന്നേക്കാൾ ജൂനിയർ ആയവർക്ക് പാർട്ടിയിൽ വലിയ പദവികൾ കിട്ടിയിട്ടുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ആദ്യമായി ജയിച്ചവർക്ക് പോലും മന്ത്രിസ്ഥാനം കിട്ടി. ജാതിമത സമവാക്യം പാലിക്കേണ്ടി വന്നതുകൊണ്ടാകാം ഒഴിവാക്കപ്പെട്ടത്. തുടർച്ചയായി അവഗണിക്കപ്പെടുന്നത് കണ്ട് സോണിയാഗാന്ധി പ്രത്യേക താൽപര്യമെടുത്താണ് രണ്ടാം UPA സർക്കാരിന്റെ അവസാന കാലത്ത് മന്ത്രിയാക്കിയത്. പരാതി പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി. ഞാൻ 1989 MP ആയി അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ രണ്ടാം UPA ഗവൺമെൻറ്റിൽ അവസാനത്തെ 1.5 വർഷം ഞാൻ മന്ത്രിയാവുന്നത്. പക്ഷേ എനിക്ക് ശേഷം വന്ന പലരും എനിക്ക് മുമ്പേ മന്ത്രിയാകുകയും പാർട്ടിയിൽ വർക്കിംഗ് കമ്മിറ്റിയിലും ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പല പദവികളിലും, PCC അധ്യക്ഷന്മാരായിട്ടൊക്കെ പല പദവികളിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വന്നിട്ട് ഞാനന്ന് മന്ത്രിയാകാൻ എന്നെ പരിഗണിച്ചപ്പോൾ അവിടുന്ന് AK ആന്റണി മന്ത്രിയായി, വയലാർ രവി, ഇവിടെ കേരളത്തിൽ AK ആന്റണി മന്ത്രിയായി, വയലാർ രവി മന്ത്രിയായി, മുല്ലപ്പള്ളിയായി, ശശി തരൂരായി, KV തോമസായി, പിന്നെ E. അഹമ്മദ് ലീഗിൽ നിന്നായി, ഇങ്ങനെ ഒരു വലിയ നിര വന്നപ്പോൾ സ്വാഭാവികമായും അവിടെ ഞാൻ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ അവസാന ഘട്ടത്തിൽ സോണിയാജിക്ക് തോന്നി സുരേഷിനെ മാറ്റി നിർത്തുന്നത് ശരിയില്ല, ഒരു അവസാനങ്ങളിൽ ഒരു ചാൻസ് കൊടുക്കണം എന്ന് മാഡത്തിന് തോന്നിയത് കൊണ്ടാണ്, സോണിയാജിക്ക് തോന്നിയത് കൊണ്ടാണ് അവസാനം ഒരു 1.5 വർഷം മന്ത്രിസഭാ പുനഃസംഘടനയിൽ എനിക്ക് മന്ത്രിയാകാൻ അവസരം ലഭിച്ചത്. അതുകൊണ്ട് ഒരു പരിഭവം എനിക്കുണ്ടായില്ല, ഒരു പരാതിയും ഞാൻ സോണിയാജിയോടോ അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജിയോടോ ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ പാർട്ടിയിൽ പലതരത്തിലുള്ള പുനഃസംഘടനകൾ നടക്കുമ്പോൾ ജൂനിയറായ പല ആളുകളും PC അധ്യക്ഷന്മാരായിട്ടുണ്ട്, അതുപോലെ വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പല പദവികളിലും വന്നിട്ടുണ്ട്. പക്ഷേ അതെപ്പോഴും ഞാനൊരു പരാതിയോ പരിഭവമോ ഒന്നും നേതൃത്വത്തെ പറഞ്ഞില്ല. എന്നെ ഒഴിവാക്കി, എന്നെ മാറ്റി നിർത്തി, എനിക്ക് അവസരം തന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പട്ടികജാതിക്കാരന് കെ.പി.സി.സിയുടെ നേതൃതലത്തിലെത്തുക എളുപ്പമല്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. പാർട്ടിയുടെ താക്കോൽ സ്ഥാനത്ത് ദളിതനോ പട്ടികജാതിക്കാരനോ എത്താൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലില്ല. പട്ടികജാതിക്കാരൻ കെ.പി.സി.സി അധ്യക്ഷനായാൽ കോൺഗ്രസിന് കേരള സമൂഹത്തിൽ ലഭിക്കുന്ന പിന്തുണ ഇല്ലാതാകില്ല. അത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ വിപ്ലവകരമായ നടപടിയാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ന്യൂസ് 18നോട് പറഞ്ഞു.
പിന്നോക്ക വിഭാഗങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന SC/ST വിഭാഗങ്ങളെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സിന് 26 MLA-മാരുണ്ട്. 26 MLA-മാരുടെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി തമിഴ്നാട് പോലുള്ളൊരു സംസ്ഥാനത്ത് ഇപ്പോഴും ജാതി വിവേചനവും മറ്റുമൊക്കെ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ തമിഴ്നാട്ടിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല, സ്കൂളിൽ കൂടെ ഇരുത്തുന്നില്ല. അവിടെ സെൽവ പെരുന്തുകൈ എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ, CLP ലീഡർ. ഇപ്പുറത്തോട്ട് കർണാടകത്തെ ഒരു സ്റ്റേറ്റിലോട്ട് വന്നാൽ ശ്രീ മല്ലികാർജുൻ ഖാർഗെ കർണാടകത്തിൽ നിന്ന് KPC പ്രസിഡൻ്റായും നിരവധി പാർട്ടി പദവി വഹിച്ച് പ്രതിപക്ഷ നേതാവ് ഇരുന്നേറ്റ് ദേശീയ നേതൃത്വത്തിൽ വന്നയാളാണ്. അദ്ദേഹം ദളിതനാണ്. അവിടെ തന്നെ പരമേശ്വര എന്ന് പറയുന്ന ആൾ KPC പ്രസിഡൻ്റായിരുന്നു. പിന്നെ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ തെലങ്കാനയിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്ന ഭട്ടി വിക്രമാർക്ക് അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ തമിഴ്നാട്ടിലായിരുന്നാലും കർണാടകത്തിലായിരുന്നാലും തെലങ്കാനയായിരുന്നാലും അതുപോലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നാലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നു. പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ അവർക്ക് വരാൻ കഴിയുന്നു. പക്ഷേ കേരളത്തിൽ അതിന് പറ്റിയ സാഹചര്യം അല്ല. ഇവിടുത്തെ ജാതി സമുദായ സമവാക്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ അതിന് ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾ പറഞ്ഞ ആ ഒരു നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയാത്തതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. KPCC അധ്യക്ഷനായിട്ട് ഒരു പിന്നോക്കക്കാരൻ, ഒരു പട്ടികജാതിക്കാരൻ വന്നാൽ കോൺഗ്രസിനോടുള്ള കേരള സമൂഹത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ഇതുവരെ കിട്ടിവരുന്ന പിന്തുണയിൽ എന്തെങ്കിലും കുറവുണ്ടാകും, അങ്ങനെ താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. അത് അങ്ങനെ വന്നാൽ അതൊരു വിപ്ലവകരമായ തീരുമാനമായിരിക്കും. കേരളത്തിലൊരു വിപ്ലവകരമായ തീരുമാനിക്കും. അത് വലിയ ചലനങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളും വിശകലനങ്ങളുമായി ഞങ്ങളുടെ ഇൻപുട്ട് എഡിറ്റർ TG സജിത്ത് ചേരുന്നു. സജിത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ വാക്കുകൾ. അതിലേറ്റവും പ്രധാനം ഒരു പട്ടികജാതിക്കാരന് KPCCയുടെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തുക അത് കേരളത്തിൽ എളുപ്പമല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലാണ്. പരാതിയൊന്നും ഇതുവരെ പാർട്ടിയോട് പറഞ്ഞിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഇത് തുറന്നു പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് ആ വാക്കുകൾ? അശ്വതി, അതിൻ്റെ പ്രാധാന്യം, അതായത് ഈ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് പലതവണ പരിഗണിക്കപ്പെട്ട പേരാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റേത്. മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ K. സുധാകരൻ അധ്യക്ഷനായപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ പരിഗണനാ ചർച്ചകളിനപ്പുറത്തേക്ക് തീരുമാനമെടുക്കുമ്പോൾ തൻ്റെ പേര് ഉയർന്നു വരുന്നില്ല. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് കൊടിക്കുന്നിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. തൻ്റെ ജാതി അതിനൊരു തടസ്സമാകുന്നുണ്ടാവാം. പ്രത്യേകിച്ച് KPCCയുടെ നേതൃത്വത്തിലേക്ക് ഒരു പട്ടികജാതിക്കാരന് കടന്നു വരിക അത്ര എളുപ്പമല്ല. താൻ കടന്നു വന്നതിനപ്പുറത്തേക്ക് മറ്റൊരാൾക്കും കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. KPCC അധ്യക്ഷ പദവിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ജാതി സമവാക്യങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും, അത് പരിഗണിക്കപ്പെടും. അത്തരം ജാതി സമവാക്യ ചർച്ചകൾക്കിടയിൽ തൻ്റെ പേര് പിന്നോട്ട് പോകും. അത് പലപ്പോഴും തൻ്റെ ജാതി ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സ്വാഭാവികമായും അത് ഒരുപക്ഷെ KPCCക്കകത്ത് തന്നെ വലിയ ചർച്ചകൾക്കിടവെക്കുന്ന ഒരു നീക്കമാണ്. മുൻകാലത്തും തനിക്ക് പാർട്ടിയിൽ ഇത്തരം ചില അവഗണനകൾ ഉണ്ടാകുന്നു എന്ന കാര്യം കൊടിക്കുന്നിൽ സുരേഷ് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ഇത് തുറന്നു പറയാൻ കൊടിക്കുന്നിൽ സുരേഷ് തയ്യാറാകുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പാർട്ടിയിൽ തനിക്ക് അവഗണനകൾ ഉണ്ടായിട്ടുണ്ട്. തന്നേക്കാൾ ജൂനിയർ ആയവർ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. അതിനൊന്നും അന്ന് പരാതി പറയാൻ പോയിട്ടുമില്ല. അത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യമാണ്. ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എല്ലാം പാർട്ടിയുടെ തീരുമാനം ഹൈക്കമാൻഡ് ആണോ എടുക്കുന്നത് എന്ന ചോദ്യത്തിന് സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം കേട്ടും അവരുടെ നിലപാട് അറിഞ്ഞും തന്നെയാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അത്തരം ചർച്ചകളിലൊന്നും തൻ്റെ പേര് ഉയർന്നു വരുന്നില്ല. ഇതിൽ കൊടിക്കുന്ന് വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന മറ്റൊരു ഘട്ടം കൂടിയുണ്ട്. അതായത് മുമ്പ് ഈ K. സുധാകരൻ അദ്ദേഹത്തിനെ അധ്യക്ഷനായി പരിഗണിച്ചപ്പോൾ അത്തരം ചർച്ചകൾ നടന്നു വന്നപ്പോൾ കൊടിക്കുന്നിൽ തൻ്റെ
ആഗ്രഹം തുറന്നു പറഞ്ഞതാണ്. തനിക്ക് KPCCയുടെ അധ്യക്ഷ പദവിയിലെത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്ന കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച നടന്നു. പ്രത്യേകിച്ച് ഈ സുധാകരന്റെ അനുകൂലികൾ കൂട്ടത്തോടെ വന്ന് അദ്ദേഹത്തെ സൈബർ ആക്രമണം നടത്തുന്ന രീതി ഉണ്ടായി. വളരെ മോശം പരാമർശമൊക്കെ കൊടിക്കുന്നിൽ സുരേഷിന് നേരിടേണ്ടി വന്നു. ഞാൻ അതിലേക്ക് വരാം സജിത്ത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ ചേരുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഞങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത്. ഒരു പട്ടികജാതിക്കാരന് KPCCയുടെ നേതൃതലത്തിലെത്തുക എളുപ്പമല്ല. അത് കേരളത്തിൽ നിലവിൽ നടക്കുന്ന സാഹചര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം പട്ടികജാതിക്കാരൻ KPCC അധ്യക്ഷനായാൽ കോൺഗ്രസിന് കേരള സമൂഹത്തിൽ ലഭിക്കുന്ന പിന്തുണ ഇല്ലാതാകില്ല എന്ന് പറയുമ്പോൾ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് തന്നെയല്ലേ കൊടിക്കുന്നിൽ സുരേഷ് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും കൊടിക്കുന്നിലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ചയാൾ പറഞ്ഞതുപോലെ കൊടിക്കുന്നിൽ സുരേഷിന് KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന് ശ്രമിച്ചതാണ്, പരസ്യമായി തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല, അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിച്ചില്ല. ഇപ്പൊ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ കേരളത്തിലെ MP മാരിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇതിനൊരു മറുവശമുള്ളത്, കൊടിക്കുന്നിൽ സുരേഷ് KPCC പ്രസിഡന്റ് ആയില്ല എന്ന് പരിതപിക്കുമ്പോൾ KPCC MP സ്ഥാനത്തേക്ക് കൊടുക്കുന്നിൽ സുരേഷ് എത്ര തവണ പരിഗണിക്കപ്പെട്ടു, എത്ര തവണ ജയിച്ചു, അത് തുടർച്ചയായിട്ട് കോൺഗ്രസിന്റെ MP ആയിട്ട് പാർലമെന്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും KPCC പ്രസിഡന്റ് പദത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജാതി കൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനം നിഷേധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഒരു വിവേചനം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് ഇപ്പൊ മാവേലിക്കരയിൽ അദ്ദേഹം തുടർച്ചയായിട്ട് MP ആകുന്നു. കോൺഗ്രസിന്റെ തന്നെ സീനിയർ മോസ്റ്റ് ലീഡർമാരിൽ ഒരാളാണ്. പാർലമെന്റിലും അദ്ദേഹത്തിന് എന്താ പറയാ വലിയ സ്ഥാനങ്ങൾ, അല്ലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലും അദ്ദേഹത്തിനെ തേടി വലിയ സ്ഥാനങ്ങൾ എത്തുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും പരിഗണിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരു പാർട്ടി നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ KPCC പ്രസിഡന്റ് ആകാൻ അദ്ദേഹത്തിനെ പരിഗണിക്കാത്തത്, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടും അതിലേക്ക് എത്തിപ്പെടാത്തത് അദ്ദേഹം ദളിതനായതുകൊണ്ടാണോ എന്നുള്ള ആ രീതിയിൽ പറയുന്നത് എത്ര കണ്ട് ശരിയാണ് എനിക്ക് സംശയമുണ്ട്. അതെ, മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് തന്നേക്കാൾ ജൂനിയർ ആയവർക്ക് പാർട്ടിയിൽ വലിയ പദവികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യമായി ജയിച്ചവർക്ക് പോലും മന്ത്രിസ്ഥാനം കിട്ടി. ഈ ജാതിമത സമവാക്യം പാലിക്കേണ്ടി വന്നതുകൊണ്ടാകാം തന്നെ ഒഴിവാക്കിയത് എന്നാണ് പറയുന്നത്. അവസാനം രണ്ടാം UPA സർക്കാരിന്റെ അവസാന കാലത്ത് സോണിയാഗാന്ധി കനിഞ്ഞാണ്, അല്ലെങ്കിൽ അവർ പ്രത്യേക താല്പര്യമെടുത്താണ് തന്നെ മന്ത്രിയാക്കിയത് എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സോണിയാഗാന്ധി കനിഞ്ഞത് കൊണ്ടാണോ അല്ലെങ്കിൽ കനിയാത്തത് കൊണ്ടാണോ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചു എന്നതൊരു വസ്തുതയാണല്ലോ. അപ്പൊ ഈ നേതാക്കൾ, കോൺഗ്രസിനകത്തെ നേതാക്കളുടെ എല്ലാ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയവും സന്ദർഭവും നോക്കാതെ, പ്രത്യേകിച്ച് ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കേണ്ട ഒരു ഘട്ടത്തില് പഴയ പല കടങ്ങളും അല്ലെങ്കിൽ പഴയ പല പരിഭവങ്ങളും പറയാൻ തെരഞ്ഞെടുക്കുന്ന ഒരു സമയത്തെ കുറിച്ച് ഈ നേതാക്കൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തകരെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പറയേണ്ട സമയം ഇതല്ല. പാർട്ടി കുറെ കൂടി ഒറ്റക്കെട്ടായിട്ട് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിടുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും പാർട്ടി സംഘടനാ തലത്തിലും എല്ലാം വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ പ്രസ്താവനകൾ പോകുന്നു എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ചില പരിഭവങ്ങൾ ഉണ്ടാകാം, ചില നിഷേധങ്ങൾ ഉണ്ടാകാം. പക്ഷെ കിട്ടിയതിനെ കുറിച്ച് ഇനി എന്താണ് ഈ KPCC പ്രസിഡന്റ് സ്ഥാനവും സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ച് ബാക്കി ഏതാണ്ട് എല്ലാ പദവികളും അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞതാണ്. ഇപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പുമാണ്. ആ സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ഈ കിട്ടാത്തതിനെ ചൊല്ലി മാത്രം പരിതപിക്കുന്നത് എത്ര കണ്ട് ശരിയാണ്, ന്യായമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിന് തെരഞ്ഞെടുക്കുന്ന സമയം ഒട്ടും അനുയോജ്യമല്ല, പാടില്ലാത്ത സമയമാണ് എന്നാണ് എനിക്കിതേക്കുറിച്ച് പറയാനുള്ളത്. വളരെയധികം നന്ദി. ഞങ്ങൾ ഈ സമയത്ത് പ്രതികരിച്ചതിന് സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, ഇതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ അതിനെ നോക്കിയത് അങ്ങനെയാണ്. അതായത് ഈ സമയം ശരിയാണോ അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഇരിക്കുന്ന പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ആരുടെ കനിവ് കൊണ്ടും അദ്ദേഹം മന്ത്രിയാകട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഇത്തരം സ്ഥാനങ്ങളൊക്കെ വഹിച്ച അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്ന സമയത്ത് എന്തിനാണ് പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കൊടിക്കുന്നിൽ യഥാർത്ഥത്തിൽ അശ്വതി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പാർട്ടി ഇനി താൻ പ്രതിസന്ധിയിലാക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയിൽ തനിക്ക് ചില പരിഗണനകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ KPCC അധ്യക്ഷ പദവി പോലെയുള്ള പ്രധാനപ്പെട്ട ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പദവിയിലേക്ക് എത്താൻ തനിക്ക് തടസ്സമായത് മറ്റു ചില ഘടകങ്ങളാണ് എന്ന സംശയമാണ് അദ്ദേഹം വെക്കുന്നത്. ഇപ്പോൾ അത് വേണ്ട രീതിയിൽ, അതായത് പറയേണ്ട ആർജവത്തിൽ കൃത്യമായി പറഞ്ഞുകൊണ്ടൊരു പ്രതിസന്ധിയിലേക്ക് വരുത്താൻ കൊടിക്കുന്നിൽ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് 27-ാം വയസ്സിൽ MP ആയ വ്യക്തിയാണ്, വളരെ ക്ലേശകരമായ സാഹചര്യത്തിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ്, പടിപടിയായി ഉയർന്നു വന്നു.
9 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, 7 വിജയിച്ചു. അതിന് ശേഷവും പാർട്ടിക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റാതെ വന്നത് അവിടുത്തെ മത്സരത്തിൽ വിജയസാധ്യത എന്നൊരു ഘടകമാണ് തനിക്ക് ഉണ്ടായിരുന്നത്. തൻ്റെ ജനങ്ങളുമായുള്ള ബന്ധമാണ് അതിനൊക്കെ ഘടകമായി വന്നത്. അങ്ങനെ പരിഗണിക്കപ്പെട്ടു. പക്ഷേ ഈ KPCC അധ്യക്ഷ പദവി പോലെ പരിഗണിക്കപ്പെടേണ്ട ഒരു പോസ്റ്റിലേക്ക് തന്നെ പരിഗണിക്കപ്പെട്ടപ്പോൾ, അത്തരം ചർച്ച വന്നപ്പോൾ അവസാനം തഴഞ്ഞതിന് മറ്റു ചില ഘടകങ്ങളുണ്ടാവും. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം സുധാകരൻ, അതായത് എത്രയോ കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ് പാർട്ടിയിലെത്തിയതിന് ശേഷം എത്രയോ ശേഷം വന്നയാളാണ് സുധാകരൻ. പക്ഷേ അദ്ദേഹം പോലും KPCCയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്നുണ്ട്. പക്ഷേ അവിടെ തടസ്സമാവുന്നത് കൊടിക്കുന്നിലിന് എന്താണ് എന്ന ചോദ്യമാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഈ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങേയറ്റം ജാതി വിവേചനമുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ അവിടെ പോലും ഒരു പട്ടികജാതിക്കാരനായ ഒരാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തോ അല്ലെങ്കിൽ PCC അധ്യക്ഷനായോ ഒക്കെ വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ കേരളത്തിൽ അത് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്ന ചോദ്യമാണ് കൊടിക്കുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും അത് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലായതുകൊണ്ട് കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു വയ്ക്കുന്നത്. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.